ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ഇടിയപ്പം മുട്ടക്കറിയാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട വേവിക്കാനായിട്ട് വെച്ചതാണ്. പിന്നെ മുട്ടയൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കറിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പം ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യമേ ഇപ്പോൾ മോനൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ 8:30 ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പോൾ 8:30 കോളേജിലെത്തണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. 2 ബസ് കയറിയിട്ട് വേണം അവന് പോവാൻ. മോന് ഞാൻ പറഞ്ഞില്ലേ അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അവന് കിട്ടിയത് അല്ലമീൻ എന്ന് പറയുന്ന കോളേജ് എടത്തല അവിടെ ആട്ടോ കിട്ടിയേക്കണത്. അപ്പോൾ അങ്ങടേക്ക് പോകണമെങ്കിൽ അവന് വെളുപ്പിനെ ഇവിടുന്ന് പോകും. 8:30 ക്ലാസ് തുടങ്ങണതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പോകും കേട്ടോ. പിന്നെ 2:30 വരെയാണ് അവന് ക്ലാസ് ഉള്ളത്. അപ്പോൾ അവൻ പോണതിന് മുമ്പ് തന്നെ റെഡിയാക്കണം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീക്കുകയും വേണം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇടിയപ്പമൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പാത്രത്തിലേക്ക് ആക്കാണ്. അതിനിടയ്ക്ക് മുട്ടക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ 2 പേര് പോകുന്നുണ്ട്. മോൾക്കാണെങ്കിൽ ഇപ്പോൾ പ്രോജക്റ്റും അസൈൻമെൻറ്റിൻ്റെയൊക്കെ വർക്കുകളൊക്കെയാണ്. അപ്പോൾ അവൾക്ക് ഇടയ്ക്ക് പോയാൽ മതി. അതുകൊണ്ട് അവൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കിനി എക്സാമും കൂടി ഉള്ളൂ. അങ്ങനെ മക്കൾക്കൊക്കെ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പഴയ രീതിയിൽ പഴയ റുട്ടീനിലേക്ക് തന്നെ നമ്മുടെ മടിയൊക്കെ മാറി നമ്മൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മോനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവനിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ലഞ്ച് കൊണ്ടുപോകണ്ട. അവന് 12:30 ആകുമ്പോഴത്തേനും 2 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുൾ ലഞ്ച് കൊണ്ടുപോകേണ്ട സമയത്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതല്ല 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും വീടെത്തിയിട്ട് കഴിച്ചാൽ മതിയെങ്കിൽ അങ്ങനെ ആവാം. അത് നമ്മുടെ ചോയ്സാണ്. അതല്ലെങ്കിൽ അവിടെ ക്യാൻറ്റീൻ ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പോൾ എന്തായാലും എനിക്ക് ഇളയാൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ച് ആക്കണം. അപ്പോൾ ലഞ്ച് എന്തായാലും ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ആൾ ഒന്നും പറഞ്ഞിട്ടില്ല. ക്ലാസ് ഇതുവരെയും ഫുള്ളായിട്ട് എങ്ങനെയാണ് ടയേർഡ് ആവുമെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം പോയി നോക്കട്ടെ എന്നാണ് അവനും പറഞ്ഞേക്കണത്. എന്തായാലും രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ചിട്ടായിട്ട് വിടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ മക്കൾ അത്ര നേരം ഇരിക്കുമ്പോഴത്തേനും ആകെ ടയേർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോണത്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആ വാഴക്കൊല വെട്ടിയതിൻ്റെ കുറച്ച് പച്ചക്കായ ഉണ്ടായി. അപ്പോൾ അത് മൊത്തം പഴുത്ത് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പച്ചക്കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ എടുത്ത് അരിഞ്ഞ് അതിൻ്റെ കറിയൊക്കെ പോകാനായിട്ട് അതിൻ്റെ തോലൊക്കെ ചീന്തി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് അരിഞ്ഞിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിവെള്ളം അല്ലെങ്കിൽ കാടിവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കറ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഞ്ഞിവെള്ളമൊന്നുമില്ല, അതുകൊണ്ട് വെറും വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചേക്കണത്. അതവിടെ ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വേവായി വരുമ്പോഴത്തേനും ഇവിടെ ബീഫ് ഉണ്ടായിട്ട്, അപ്പോൾ ബീഫ് ഞാൻ റോസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേവിച്ചിട്ടത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബീഫിൽ ഞാൻ ഇപ്പോഴാട്ടോ സവാള ചേർക്കണത്. ആദ്യമേ സവാള ചേർക്കാതെയാണ് വേവിച്ചത്. എന്നിട്ട് ഇനി ഇതിങ്ങനെ ഡ്രൈ ആക്കി വരും തോറും ഈ സവാള നന്നായിട്ട് വഴണ്ട് വന്നോളും. നമ്മൾ ആദ്യമേ ഇട്ട് സവാള വേവിച്ച് കഴിയുമ്പോൾ അതങ്ങനെ കലങ്ങി പോകുമല്ലോ കറിയിൽ കിടന്ന്. ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ കലങ്ങി പോകാതെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും. ആ രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ സവാള ചേർത്ത് കൊടുത്തത്. അങ്ങനെ പിന്നെ പൊടികളൊക്കെ ചേർത്ത് ആവശ്യത്തിന് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം വേവിക്കാൻ നേരത്തെ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറക്കണതിന് മുമ്പായിട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി തൂവി കുറച്ച് വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാവും കേട്ടോ. അങ്ങനെ ബീഫ് റോസ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ മോര് കറിക്കുള്ള തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തായിരുന്നു. അപ്പോൾ അതിൽ നന്നായിട്ട് തേങ്ങ വെള്ളമൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ അത് ഞാനെടുത്ത് പാത്രത്തിൽ വെച്ചതാണ് കാണിച്ചത്. അപ്പോൾ അതും റെഡിയാക്കി മോര് കറി ഇനി താളിച്ചൊഴിക്കാനാണുള്ളൂ. അപ്പോൾ അത് താളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോര് കറിയും കായ മെഴുക്ക് പുരട്ടിയും ബീഫ് റോസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സങ്കട വാർത്തയുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ക്യൂട്ടി ബ്യൂട്ടി 2 പേരുണ്ടായല്ലോ, അതിൽ ക്യൂട്ടി മരിച്ചു പോയിട്ടോ. അവൾ അതിനിടയ്ക്ക് അവളുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്ക്
അവളൊരു കുഞ്ഞു പൂച്ചയായിരുന്നല്ലോ, അപ്പോൾ അവൾ ഗർഭിണിയായതൊന്നും ഞങ്ങളറിഞ്ഞില്ല കേട്ടോ. അവൾ നോക്കുമ്പോൾ ഒരു ദിവസം അവൾ ഇങ്ങനെ പ്രസവിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ അടുക്കളയിൽ നിന്ന നിപ്പിലാണ് അവളുടെ ഡെലിവറി. അപ്പോൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞിങ്ങോട്ട് ചാടി. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ മാംസം കട്ടകൾ പോലെ 2 കുഞ്ഞുങ്ങളും കൂടി ചാടി കേട്ടോ. എന്നിട്ട് ഇതിനാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ. ഇത് കുറച്ച് നേരം അത് നോക്കി നിന്നിട്ട് അത് അങ്ങോട്ട് മാറിപ്പോയി തളർന്ന് ഒരു വശത്ത് അങ്ങനെ കിടക്കണ്ടായി. പിന്നെ ആ കുഞ്ഞ് ചാടിയതിന് 3നും ജീവനും ഉണ്ടായില്ല കേട്ടോ. ആദ്യത്തേത് മാത്രമാണ് ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ കണ്ടുള്ളൂ. പിന്നെ ബാക്കി 2 ഇങ്ങനെ മാംസക്കട്ട പോലെ ഇരുന്നത്, അതിന് ജീവനും ഉണ്ടായില്ല. അത് ഞാൻ കുഴിച്ചിട്ടു. പിന്നെ അവിടെയൊക്കെ ഞാൻ ക്ലീനൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൾക്കാണെങ്കിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പോലെ തോന്നിയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ക്ഷീണം കാരണമായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. ഡെലിവറിയൊക്കെ കഴിഞ്ഞതല്ലേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഒരാഴ്ചയും കൂടി അവൾ ഒന്നും കൂടി ഉഷാറൊക്കെ ആയി വന്നു. പിന്നെ അവൾ തന്നെ ഇങ്ങനെ ഒട്ടും സുഖമില്ലാത്ത പോലെ ആയിട്ട് അവൾ മരിച്ചു പോയിട്ടോ. അങ്ങനെ ഒരു സങ്കടം കൂടി ഉണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് വൈകുന്നേരത്തെ ചായ ആയിട്ട് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.